എല്ലാം ബാബുക്കുട്ടനെ ഏൽപ്പിച്ച് കിടന്നുറങ്ങിയാൽ ശരിയാവില്ല. അവനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ട് സോറി മാഡം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവന്. ചാരുവിന്റെ മുന്നിൽ തോറ്റ് തലകുനിച്ച് നിൽക്കുന്നത് ഞാനായിരിക്കും. മാഡം, എന്താ മാഡം ഇവിടെ തനിച്ച്? അത് വെറുതെ കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊള്ളാനോ? ഇത്രയും നേരം ആ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമല്ലായിരുന്നോ? അതെന്താ എന്നോട് മറച്ചു വെക്കുന്നത്? അല്ല, അരവിന്ദ് എന്താ ഇവിടെ? അത് ഞാൻ ചുമ്മാ മേഡത്തെ കണ്ട് സംസാരിക്കാൻ. എന്നോട് സംസാരിക്കാനോ? അപ്പോ ഇവൻ വന്നിട്ട് കുറെ നേരം ആയിട്ടുണ്ടാവുമല്ലോ. ബാബുക്കുട്ടനായിട്ട് സംസാരിച്ചത് കേട്ടോ ആവോ? ഞാനിവിടെ ഉണ്ടെന്ന് അരവിന്ദൻ എങ്ങനെ മനസ്സിലായി? എന്തിനാ ഇങ്ങോട്ട് വന്നത്? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അത് മേഡം ശാന്തപ്പമാവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും മാമൻ കാണിച്ച തെറ്റിന് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. ചാരുവിനെതിരെ മേഡം പ്ലാൻ ചെയ്തതെല്ലാം അങ്ങേര് നശിപ്പിച്ചു. ആകാശം ചാരുവും ചേർന്ന് മേഡത്തെ ഇൻസൾട്ട് ചെയ്തില്ലേ? അതെനിക്ക് സഹിച്ചില്ല. സോറി പറയാൻ റൂമിലേക്ക് വന്നിരുന്നു. പിന്നെ ആലോചിച്ചു നാളെ പറയാന്ന്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാ മേഡം റൂമിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടത്. ഞാൻ മേഡത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മേഡം ഫ്രണ്ടുമായിട്ട് സംസാരിക്കായിരുന്നു. ഞാൻ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോ ഇവനെല്ലാം കേട്ടു. ഉറപ്പാ എന്റെ പ്ലാനിങ് എല്ലാം തെറ്റി, കൈവിട്ടുപോയി. എന്റെ പിന്നാലെ വന്ന് ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടല്ലേ? എന്നെ സംശയിക്കല്ലേ? ഞാൻ എന്താ അവിടെ നിന്നത്? നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടുപോലുമില്ല. സത്യം. എങ്ങനെ കേൾക്കാതിരിക്കും? 1/2 കിലോമീറ്റർ അകലെ ഒന്നല്ലല്ലോ നിന്നത്, അടുത്തല്ലേ? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒന്നും കേട്ടില്ല മാഡം. അതെങ്ങനെ? എന്ന് വെച്ചാ കേട്ടില്ല. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണേ മാഡം? ഞാൻ മേഡത്തോട് സോറി പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും എന്റെ ശ്രദ്ധയിൽ വന്നില്ല. ശരി, ഇപ്പോ വിശ്വാസമായല്ലോ. അവളെന്റെ ഫ്രണ്ടാ. ചില പേഴ്സണൽ പ്രോബ്ലംസ് പറയായിരുന്നു അവള്. പക്ഷേ അരവിന്ദൻ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അത് ചെയ്തില്ല, ഒളിഞ്ഞു നിന്നു. അതിനർത്ഥം എന്തൊക്കെയോ സംശയങ്ങള് എന്റെ മേലുണ്ടെന്നല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മാഡം. എനിക്കൊരു സംശയമില്ല. എന്നെ സംശയമാണെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം. പ്ലീസ് മാഡം, നിങ്ങൾ സംസാരിക്കുമ്പോൾ ശല്യാവൂന്ന് കരുതിയാ ഞാൻ മാറിയുന്നേ. അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് വിഷമമായി മാഡം. സോറി. പിന്നാലെ വന്ന് തെറ്റാണ്. സോറി സോറി സോറി, ക്ഷമിക്ക്. അയ്യോ പോലെ മാഡം. സോറി സോറി പറഞ്ഞില്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഇറ്റ്സ് ഓക്കേ. ഓ, ആശ്വാസമായി. ശാന്തഭാവം ചെയ്തതിന് സോറി പറയാൻ വന്നതാണ് ഞാൻ. പക്ഷേ എന്നെ ഇപ്പൊ കുറ്റവാളിയാക്കി എന്നെ കൊണ്ട് സോറി പറയിച്ചല്ലോ. ഓ മേഡം, ക്യൂട്ട് ചിരിയാ മേഡത്തിന്റെ. ഓ, എന്തൊരു ഭംഗിയാ. എന്നും ഇതുപോലെ ചിരിച്ചൂടെ? എനിക്ക് വേണ്ടി അരവിന്ദ് ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, സമയം കളയാ ഉറങ്ങാം. ഇല്ലെങ്കിൽ മണവാളുടെ കണ്ണ് ബൾബ് കൊണ്ടിരിക്കും. ഓക്കെ. അരവിന്ദ്, നീ എന്റെ മൂത്ത മാനാ. എന്റെ ജീവിതത്തിൽ ഈശ്വരന്മാർ എനിക്ക് തന്ന അനുഗ്രഹമായിരുന്നു നീ. നിന്റെ കല്യാണം ഒരു ഉത്സവമായി നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടനാട്ടുകാർക്ക്
എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കല്യാണം. അതിനുള്ള അവസരം ഞാൻ നിനക്ക് തന്നതല്ലേ ചാരുമോളുടെ കൂടെ.